അടിയും പിടിയുമൊക്കെ കഴിഞ്ഞ് ഇരുവരും ബെഡിൻ്റെ രണ്ടറ്റത്തായി കിടന്നു. ജാനുവാണേൽ ബേബി പില്ലോസ് വെച്ച് ബെഡിന് നടുക്കായി ഒരു കെട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അഥവാ ഇനി പാതിരാത്രി രാവണൻ അവളെ ചവിട്ടി താഴെയിടാൻ തോന്നിയാലോ, നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണമല്ലോ. എന്നാൽ മറുവശത്ത് തൻ്റെ പ്രണയം ഒരു കയ്യകരയുണ്ടെന്ന സന്തോഷത്തിലായിരുന്നു ആദി. അത് മതിയായിരുന്നു തിളച്ചു മറിയുന്ന അവൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ. ഇടയ്ക്കെപ്പോഴോ തൻ്റെ ശരീരത്ത് ഭാരം തോന്നി ആദി പതിയെ മിഴികൾ തുറന്നു. ആദ്യം നോക്കിയത് ജാനു കിടന്ന ഭാഗത്താണ്. അവൾ അവിടെ കാണാതെ അവൻ ഞെട്ടിയെഴുന്നേൽക്കാനാഞ്ഞു. എന്നാൽ അതിന് കഴിയുന്നില്ലെന്ന് മനസ്സിലാക്കിയവൻ പുതച്ചിരുന്ന കംഫോർട്ട് എടുത്ത് മാറ്റിയതും കണ്ടു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ്റെ നെഞ്ചിൽ തലയും വെച്ച് ചുരുണ്ട് കൂടി കിടക്കുന്നവളെ. അവളുടെ ഉടൽ പകുതിയും അവൻ്റെ മേത്താണ്, ഒപ്പൊരു കാലും. അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. പതിയെ തലചരിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി, തലേന്ന് ജാനു ഉണ്ടാക്കിയ മതിലുകെട്ടൊക്കെ ചവിട്ടിപ്പൊടിച്ചാണ് ആളവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നതെന്ന്. സന്തോഷം തോന്നി അവന്. കാരണം അത്രത്തോളം അവൻ ആഗ്രഹിച്ചിരുന്നു അവളെ ഒന്ന് നെഞ്ചോട് ചേർക്കാൻ. അറിയാതെയാണെങ്കിലും അത് നടന്നതിൻ്റെ സന്തോഷമായിരുന്നു അവനിൽ. ആരാവ് പുലരുവോളം അവളുടെ തലമുടിയിൽ ചുംബിച്ചു. കൊതുതീരെ അവളെ നോക്കിക്കിടന്നു. അവസാനം പുലർച്ചെപ്പോഴോ അവൻ്റെ മിഴികൾ മയക്കം പുൽകി. 7 മണിയോടടുപ്പിച്ചാണ് ജാനു എഴുന്നേറ്റത്. ഇതെന്താ തലയിണക്ക് ഇത്ര കട്ടി? അത് പറഞ്ഞു മുഖം ഉയർത്തിയ ജാനു കണ്ണും തള്ളി ആദിയെ നോക്കി. ഈശ്വര, ഇത്രയും നേരം ഇങ്ങേരെ നെഞ്ചത്താണോ ഞാൻ കിടന്നത്? ഉമിനീരിറക്കി അവൾ ആദിയെ നോക്കി. അറിയാതെയാണെങ്കിലും ആ കൈകൾ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ടല്ലോ, അത് മതി. ഇതുപോലെ ഈ ആയുഷകാലം ഈ കൈകൾക്കുള്ളിൽ നിന്നും എന്നെ ദൂരേക്ക് മാറ്റല്ലേ കണ്ണ. മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പതിയെ ആദിയുടെ നെറ്റിയിൽ മുത്തി. ശേഷം അവനെ ഉണർത്താതെ വാഷ്റൂമിലേക്ക് നടന്നു. എന്നാൽ ജാനു പോയി കഴിഞ്ഞപ്പോഴേക്കും ആദി കണ്ണുകൾ തുറന്നു. അവൻ്റെ ചുണ്ടിൽ ആരെയും മയക്കുന്ന കള്ളച്ചിരി തെളിഞ്ഞു. അപ്പൻ്റെ ഭാര്യയ്ക്ക് സ്നേഹമൊക്കെ ഉണ്ട്. ഇനി അധികം വൈകില്ല പെണ്ണെ. എല്ലാം അവസാനിപ്പിച്ചു വേണം പൂർണ്ണ മനസ്സോടെ നിന്റെ കൈ പിടിക്കാൻ. ആദ്യ വർക്കൗട്ട് കഴിഞ്ഞ് ഫ്രഷായി ഇറങ്ങിയപ്പോഴാണ് ജാനു തിരികെ റൂമിലേക്ക് വന്നത്. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. ഉമിനീറിറക്കാനാകാതെ അവളുടെ മിഴികൾ ആദിയിൽ തന്നെ പരതി നടന്നു. ഒരു ടവൽ മാത്രമായിരുന്നു അവൻ്റെ വേഷം. കുളിച്ചിറങ്ങിയതേ ഉള്ളതിനാൽ അവൻ്റെ ഉറച്ച നെഞ്ചിൽ അവിടെവിടെയായി വെള്ളത്തുള്ളികൾ പതിഞ്ഞു കിടപ്പുണ്ട്. പെട്ടെന്ന് ബോധം വീണതുപോലെ അവൾ മിഴികൾ മാറ്റി. ജാനുവിൻ്റെ മുഖം ചുവന്നു തുടുത്തു. ഒപ്പം കൈകൾ വിറക്കാനും തുടങ്ങി. കണ്ണ, കൺട്രോള് വെച്ച് നീ പരീക്ഷിക്കല്ലേ. രാവണനാണ് ആള്. കണ്ട വലിച്ചു കീറി എന്നെ ഭിത്തിയിൽ ഒട്ടിക്കും. പുല്ല്, കയ്യൊക്കെ വിറക്കുന്നല്ലോ കണ്ണ. ഉള്ളാലെ വിളിച്ചു പോയവൾ. ഡി. രാവണൻ്റെ അലർച്ച കേട്ടാണ് ജാനു അവൻ്റെ മുഖത്തേക്ക് നോക്കിയത്. എന്താ? നീ എന്ത് കുന്തം ആലോചിച്ച് നിൽക്കുക? കുറേ നേരമായി. അതിനവളൊന്ന് ഇളിച്ച് കാണിച്ചു. അല്ല, എന്താണ് ചായയുമായി ഒരു വരവ്? ഉത്തമ ഭാര്യയാവാനുള്ള പരിശ്രമത്തിലാണോ? ഓ പിന്നെ, അതിനെ താൻ ഉത്തമ ഭർത്താവൊന്നുമല്ലല്ലോ. എന്ത് മറുപടിയില്ലേ? സാരമില്ല, അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഇത് എനിക്കെടുത്ത ചായയാണ്. പക്ഷേ അമ്മ പറഞ്ഞു ഇതിവിടുത്തെ രാവണനും രാജാവും എൻ്റെ പാതിദേവനുമായ ആദിദേവിന് കൊണ്ടു കൊടുക്കാൻ. സോ ഞാനതനുസരിച്ചു. എനി പ്രോബ്ലം? ആരടി കോപ്പേ രാവണൻ? അലറിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അതൊന്നും നമ്മളെയല്ല എന്ന പോലെ ജാനു ചിരിച്ചു കാണിച്ചു. ജാനയുടെ നിഷ്കുലുക്ക് കണ്ട് ഉള്ളിൽ ചിരിച്ചു പുറമേ ആദ്യ പല്ല് കടിച്ച് അവളെ നോക്കി. ഒരു കാര്യം കൂടെ, ഇനി എന്നോടുള്ള വാശിക്ക് ചായ കുടിക്കാതിരിക്കാനാണ് തീരുമാനമെങ്കിൽ എൻ്റെ ഭർത്ത് ഒരു കാര്യം കൂടെ ഓർക്കണം. ഇപ്പോൾ എന്തായാലും അടുക്കളയിൽ അമ്മയുണ്ട്. സോ വേറെ കോഫി കിട്ടില്ല. പിന്നെ പതിവായി കോഫി കുടിക്കുന്ന ആൾക്ക് അത് മിസ്സായുള്ള അസ്വസ്ഥത പറയാതെ തന്നെ അറിയാലോ. പിരികു ഉയർത്തി ജാനു ചോദിച്ചപ്പോൾ പല്ല് കടിച്ച് അവളെ നോക്കിയതല്ലാതെ ആദിയിൽ നിന്നും മറുപടിയൊന്നും വന്നില്ല. എന്ന് ശരി, കളിപ്പൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി എൻ്റെ ദേവേട്ടൻ ഈ ചായ കുടിച്ച് റെഡിയായി വാട്ടോ. അവളുടെ എൻ്റെ ദേവേട്ടൻ എന്ന വിളിയിൽ ആദിയുടെ മുഖം വിടർന്നു. അവൻ്റെ കയ്യിൽ ചായ വെച്ചു കൊടുത്ത് ജാനു പുറത്തേക്ക് ഇറങ്ങി. ഡോറിൻ്റെ അവിടെ നിന്നിട്ട് ജാനു തിരിഞ്ഞു നോക്കി. ചിലപ്പോഴൊക്കെ രാവണ എനിക്കിവിടം ഇഷ്ടമാകാറുണ്ട്, ചിലപ്പോഴൊക്കെ നിന്നെയും. അത് പറഞ്ഞൊരു നിമിഷം അവിടെ നിൽക്കാതെ തിരിഞ്ഞു നോക്കാതെ പൊട്ടിച്ചിരിയോടെ അവൾ താഴേക്കോടി. എന്നാൽ ഇതേ സമയം കളിയായി അവൾ പറഞ്ഞതാണെങ്കിലും ഉയർന്ന നെഞ്ചിരിപ്പ് താഴ്ത്താനായി അവൻ നെഞ്ചിൽ കൈവച്ച് നിന്നു. പക്ഷേ അപ്പോഴും അവൻ്റെ മുഖത്ത് നിറചിരിയായിരുന്നു. ഇതുവരെ രാവണിൽ ആദിദേവനിൽ അന്യമായ കള്ളച്ചിരി. ഓഫീസിൽ പോകാൻ റെഡിയായി ഇറങ്ങിയ നേരത്താണ് ആരു വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് തട്ടിപ്പറിച്ച് വാങ്ങി ജാനു റൂമിലേക്ക് ഓടി കയറിയത്.
രണ്ടുപേരും ശ്രദ്ധിക്കാത്തതിനാൽ കൂട്ടിയിടിച്ചു. ഡീ, അവളെ പിടിക്കാനായി അവൻ കൈനീട്ടി. താൻ പോടു രാവണ, തനിക്കറിയില്ല എന്നെ വല്ലതും ചെയ്താലുണ്ടല്ലോ തൻ്റെ തല അടിച്ചു പൊളിക്കും ഞാൻ. ഡി, നിൽക്കവിടെ. പിന്നെ താൻ പറഞ്ഞെന്നാൽ ഞാൻ നിൽക്കുവല്ലേ? നിന്നെ എൻ്റെ കയ്യിൽ കെട്ടും. എൻ്റെ ഹോട്ട് കെട്ടിയവൻ കുറച്ച് തണുത്ത ജ്യൂസ് കുടിക്കുന്നു. നീ പോടി. ആഹാ, പുതിയതാണല്ലോ, എനിക്കൂടെ പഠിപ്പിച്ചു തരുമോ? ഇതിനെയൊക്കെ ഏതു നേരത്താണോ എന്തോ. അതും പറഞ്ഞ് ആദ്യം താഴേക്ക് പോയി. തനിക്കിതൊക്കെ പുല്ലാണെന്ന് പറഞ്ഞ് പിറകെ ജാനിയും. അല്ല പിന്നെ, ഏതു നേരവും ടിപ്പിക്കൽ നായികമാരെ പോലെ കരഞ്ഞുകൊണ്ട് നിൽക്കാനേ പറ്റുമോ? ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഹാജർ വെച്ചിട്ടുണ്ട്. സാഹിബിന് മോർണിംഗ് മീറ്റ് ഉള്ളത് കൊണ്ട് നേരത്തെ പോയി. മോനെ ആദി. ഫുഡ് കഴിക്കുന്നതിനിടയിൽ സ്നേഹം ചാലിച്ച് സുരേഷ് വിളിച്ചു. എല്ലാവരുടെയും ശ്രദ്ധ അയാൾക്ക് നേരെയായി. എന്താങ്കിൽ? ഉള്ളിൽ തിളക്കുന്ന ദേഷ്യമടക്കി അവൻ ചോദിച്ചു. അല്ല മോനെ, ജാനകിയല്ലായിരുന്നു മോൻ്റെ PA. ഇനി അവളും ഓഫീസിലേക്ക് വരാത്ത സ്ഥിതിക്ക് അച്ചുമോള് നിന്റെ PA ആവുന്നതല്ലേ നല്ലത്? അവളാകുമ്പോൾ നമ്മുടെ കുട്ടിയല്ലേ? അച്ചുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന സുരേഷിനെ ആദിക്ക് ഒറ്റയടിക്ക് കൊല്ലാൻ തോന്നിയെങ്കിലും മൗനം പാലിച്ചു. പക്ഷേ ചിത്ര നോക്കിയത് മുത്തുവിനെയാണ്. ആ ഒരൊറ്റ നോട്ടത്തിലൂടെ ചിത്ര പറയാതെ പറഞ്ഞു, ഈ നിമിഷം സംസാരിക്കേണ്ടത് തൻ്റെ ചേച്ചി മുത്തുവാണെന്ന്. ജാനകി ജോലിക്ക് പോകുന്നില്ല എന്ന് നിന്നോട് ആരാ സുരേഷെ പറഞ്ഞത്? അതമ്മീ, അവൾ സമ്പാദിച്ചുകൊണ്ട് വന്നിട്ട് വേണ്ടല്ലോ നമ്മുടെ മോന് ജീവിക്കാൻ. അതാ ഞാൻ. മതി, നിർത്ത്. ജാനു ആദിമോൻ്റെ PA ആയത് അവളുടെ ക്വാളിഫിക്കേഷൻ കൊണ്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അവളുടെ കഴിവുകൾ ബോർഡും മെമ്പേഴ്സും വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു, 4 വർഷം ബോണ്ട്. അതിലിപ്പോൾ 1 വർഷം ആകാറായതേ ഉള്ളൂ. എഗ്രിമെൻ്റ് സൈൻ ചെയ്ത വ്യക്തിക്ക് മാത്രമല്ല, മറിച്ച് അതിനൊപ്പം ചേരുന്ന കമ്പനിക്ക് കൂടെ കുറച്ച് ഉത്തരവാദിത്തമുണ്ട്. അതായത് ബോണ്ട് കഴിയാതെ എതിർ പാർട്ടിയുടെ പേരിൽ നെഗറ്റീവ് പോയിന്റ് ഒന്നുമില്ലാതെ റിസൈൻ ലെറ്റർ സാങ്ഷൻ ആവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ ജോലി കൊടുക്കാനും കളയാനും പറ്റില്ല. അപ്പം നാളെ മുതൽ പഴയതുപോലെ തന്നെ ആദിമോൻ്റെ PA ആയി ജാനു കമ്പനിയിൽ കാണും. ഞാൻ പറഞ്ഞത് സുരേഷിന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കടുപ്പിച്ചുള്ള മുത്തുവിൻ്റെ വാക്കുകൾ ആദിയിൽ ചിരി തെളിയിച്ചപ്പോൾ സുരേഷ് ദേഷ്യം കൊണ്ട് കടുത്ത മുഖവുമായി റാണിയെ നോക്കി. ചിത്ര ഒപ്പം ഉള്ളത് കൊണ്ട് തന്നെ മുത്തുവിനെ എതിർക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു. ആ സമയം കണ്ണും തള്ളി തന്നെ നോക്കുന്ന ജാനുവിനും ഐഷുവിനും കണ്ണുരുട്ടി കാണിച്ച് മുത്തു. എല്ലാം കണ്ടൊരു ചിരിയോടെ ചിത്രയും. പറയാൻ മറന്ന്, ലക്കി രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. ആരുവിനൊരു എക്സാം ഉള്ളത് കൊണ്ട് സായോടൊപ്പം ഇറങ്ങി. പിന്നെ വർമ്മ 2 ദിവസമായി ബിസിനസ് ട്രിപ്പിലാണ്. മുത്തുവിനെ നോക്കി തിരിഞ്ഞ് ജാനു കാണുന്നത് ആദിയെ ഊറ്റിക്കൊല്ലുന്ന അച്ചുവിനെയാണ്. അവളുടെ ചുണ്ടുകൾ കോർത്തു, പല്ലടിച്ച് പതിയെ മൊഴിഞ്ഞു. യക്ഷി. ജാനുവിൻ്റെ നോട്ടവും പറച്ചിലൊക്കെ കണ്ട ആദി പൊട്ടി വന്ന ചിരി അടക്കി. ഇതേ സമയം ജാനുവിനൊരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതി രാവിലെ ഓഫീസിലെത്തിയതാണ് അഞ്ജു. അപ്പോഴാണ് താര പറഞ്ഞറിഞ്ഞത് ജാനു ഇന്ന് ലീവാണെന്ന്. പോയി, മൂഡ് പോയി. അവളെ വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ നായകൻ ഹിറ്റ്ലർ വായി നോക്കിയ സമയം കളയാം. അത് പറഞ്ഞ് സായിയുടെ ക്യാബിനിൽ കയറി അഞ്ജു തറഞ്ഞു നിന്നു. അവളുടെ ചുണ്ടുകൾ വിതുമ്പി, കണ്ണുകൾ നിറഞ്ഞു. അവളുടെ മിഴികൾ തനിക്ക് മുന്നിൽ കാണുന്ന കാഴ്ച ഒപ്പിയെടുത്തു. സായിയുടെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന പ്രിയ. കലങ്ങിയ മിഴികളോടെ തിരിഞ്ഞു നടക്കാൻ ആഞ്ഞവൾ ശബ്ദം കേട്ട് തിരിഞ്ഞപ്പോൾ കണ്ടു കവിളിൽ കൈവച്ച് നിൽക്കുന്ന പ്രിയയും വലത്തെ കൈ കുളയുന്ന സായിയെയും. പൊന്ന മോളെ, നീ എന്താ കരുതിയത്? നിന്റെ കൊഞ്ചൽ കണ്ട് മയങ്ങുന്ന പലരും കാണും. ആ കൂട്ടത്തിൽ എന്നെ കൂട്ടിയാലുണ്ടല്ലോ, ഈ ജന്മം ഞാനൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. അത് നിന്നെ പോലൊരു ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയി എന്നതാണ്. അത് ഞാൻ തന്നെ തിരുത്തിയിട്ടുണ്ട്. വീണ്ടും എൻ്റെ പിറകെ വരാനാണ് ഉദ്ദേശമെങ്കിൽ തീർത്തിരിക്കും നിന്നെ ഞാൻ. വല്ലാത്തൊരു ഭാവത്തോടെ പറയുന്നവനെ ഭയത്തോടെ നോക്കി പ്രിയ. അഞ്ജു ആണെങ്കിൽ അവൻ പറഞ്ഞ തെറിയുടെ ഹാങ് ഓവറിൽ തന്നെയായിരുന്നു. ഇറങ്ങിപ്പോടി പൊന്ന മോളെ. അലർച്ചയോട് സായി പറഞ്ഞപ്പോൾ പകയോട് അവനെ നോക്കി പ്രിയ പുറത്തേക്ക് പാഞ്ഞു. പുറത്തേക്ക് വരുന്ന പ്രിയയെ കാണി അഞ്ജു പല്ല് കടിച്ച് അവളെ നോക്കി. എന്നാൽ ദേഷ്യം കൊണ്ട് കണ്ണ് കാണാൻ കഴിയുന്നില്ലെന്ന പോലെ ആയിരുന്നു പ്രിയയുടെ അവസ്ഥ. സർ. തെല്ലു നേരത്തിനു ശേഷം ക്യാബിൻ ഡോർ തുറന്ന് തല മാത്രം ഉള്ളിലിട്ട് അഞ്ജു വിളിച്ചു. ഗെറ്റ് ഔട്ട്. വന്നത് ആരാണെന്ന് കൂടെ നോക്കാതെ സായി അലറി. അടുത്ത നിമിഷം അഞ്ജു ജീവനം കൊണ്ട് ഓടിയിരുന്നു. പൊട്ടിത്തെണ്ടി, ഹിറ്റ്ലർ കാലമാടൻ. തുള്ളിച്ചാടി അഞ്ജു ക്യാൻറ്റീനിലേക്ക് നടന്നു. റോളിംഗ് ചെയ്തൊരു താടിക്ക് കയ്യും കൊടുത്ത് അടുത്ത് കണ്ട ചെയറിൽ കാലും കയറ്റി ശോകമുഖമായിരിക്കുവാണ് ആദി. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ചെക്കന് ജാനുവിനെ മിസ് ചെയ്യുന്നു പോലും. ഈ കുരിപ്പ് കാരണം നേരെ വർക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ലല്ലോ. അവളുടെ ദയവേട്ട വിളി. ഷോ.
അവൻ കണ്ണുകൾ മുറുക്കെ അടച്ചു. ഇനിയിപ്പോൾ അവളുടെ സംസാരം കേൾക്കാതെ പറ്റില്ല. വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചാൽ അതും ശരിയാകില്ല. ഇപ്പം എന്തു ചെയ്യും? താടിയിൽ ഒഴിഞ്ഞുകൊണ്ട് അവൻ സീലിംഗ് ലൈറ്റിലേക്ക് നോക്കി കിടന്നു. പെട്ടെന്ന് എന്തോ കിട്ടിയ പോലെ അവൻ്റെ മുഖം വിടർന്നു. ഒട്ടും താമസിക്കാതെ തന്നെ അവൻ അഞ്ജുവിനെ തിരക്കിയിറങ്ങി. അഞ്ജു ആണെങ്കിൽ ക്യാൻറ്റീനിൽ നിന്ന് ഒരു മിന്നുമൊയ്യിട്ടൊക്കെ വാങ്ങി റെസ്റ്റിംഗ് റൂമിലിരുന്ന് സായി അറഞ്ചം പുറഞ്ചം തെറി വിളിക്കുവാണ്. അല്ല പിന്നെ ഓടിപ്പിടിച്ച് കാണാൻ വന്നപ്പോൾ ഗെറ്റ് ഔട്ട് അടിച്ച് സഹിക്കുമോ? ഈ സമയത്താണ് ആദ്യം അഞ്ജുവിനെ തിരക്കി വന്നത്. ഇതൊന്നും അറിയാതെ സായിയോടുള്ള ദേഷ്യം വായുവിൽ കൈ ചുരുട്ടി ഇടിച്ചും കഴുത്ത് ഞെരിക്കുന്നത് പോലെ കാണിച്ചും തീർക്കുകയാണ് അഞ്ജു. അവളുടെ പരാക്രമങ്ങൾ കാണി കണ്ണും തള്ളി ആദ്യം അവളെ നോക്കി. വന്നതും നിന്നതും ഒന്നും വെളിവില്ലാത്തതാണല്ലോ. ഒന്ന് നിശ്വസിച്ച് ആദ്യം പതിയെ അവൾക്ക് പിറകിൽ വന്നു നിന്നു. അഞ്ജലി, പതിയെ അവൻ വിളിച്ചു നോക്കി. പക്ഷെ തെറി പറഞ്ഞുകൊണ്ട് അഞ്ജു എന്താടാ എന്നലറി തിരിഞ്ഞു. ആദ്യം നിന്നിടത്തുനിന്ന് രണ്ടടി പിന്നിലേക്ക് കാഞ്ഞുപോയി. ആദ്യം കണ്ടപ്പോഴാണ് അഞ്ജുമയ്ക്ക് ബോധം വന്നത്. അയ്യോ സോറി സർ, ഞാൻ വേറെ ആരോന്ന് കരുതി. പൂർത്തിയാക്കാതെ അഞ്ജു അവനെ നോക്കി. ഹേയ്, ഇറ്റ്സ് ഓക്കെ, എനിക്ക് മനസ്സിലായി താൻ മറ്റേതോ ലോകത്താണെന്ന്. ആദ്യം പറഞ്ഞപ്പോൾ 31 പല്ലും കാണിച്ചു ചിരിച്ചു കൊടുത്തു അഞ്ജു. അല്ലാതെ എന്ത് ചെയ്യാൻ? അല്ല സർ, സാറെന്തിനെ എന്നെ വിളിച്ചേ? അത് എനിക്ക് തൻ്റെ ഫോണൊന്ന് തരാമോ? 1-2 ഫയൽസ് എറർ ചെക്ക് ചെയ്യാനുമാണ്. എൻ്റെ ഓൾറെഡി ഞാൻ നോക്കുന്നുണ്ട്. എല്ലാവരും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, അതാ തന്നോട് ചോദിച്ചത്. അതിനെന്ത് സർ, ഇപ്പോൾ തരാം. അത് പറഞ്ഞ് ജീനിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് കൊടുത്തു. താങ്ക്സ്. പിന്നെ താൻ ഓഫീസ് പർപ്പസ് അല്ലാതെ സാറെന്നൊന്നും വിളിക്കണ്ട. ജസ്റ്റ് ആദ്യെന്നോ മറ്റോ വിളിച്ചാൽ മതി. ചിരിയോടാതി പറഞ്ഞപ്പോൾ കുറുമ്പോട് അവനെ നോക്കി അഞ്ജു. എന്നാൽ പിന്നെ അളിയാന്ന് വിളിക്കാൻ, ജാനു എൻ്റെ സിസ്റ്ററാണേ. കള്ളച്ചിരിയോട് അഞ്ജു പറഞ്ഞപ്പോൾ അവനിൽ ചിരി തെളിഞ്ഞു. തൽക്കാലം അത് വേണ്ട, ഏട്ടാന്ന് വിളിച്ചു, കിച്ചു എൻ്റെ ബ്രദറാണേ. അവളെ പറഞ്ഞ അതേ താളത്തിൽ കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. സർ, അല്ല ഏട്ടന് അറിയാമായിരുന്നോ? ചളിപ്പോടി അഞ്ജു ചോദിച്ചപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആദ്യം അവളുടെ തലയിൽ മേടി. പിന്നെ പരിസരബോധമൊന്നും അല്ലാതല്ലേ അവനെ വായി നോക്കുന്നത്? മതി. പിന്നെ അഞ്ജലി, എന്തായാലും അധികം വൈകാതെ തന്നെ ഇതിനെക്കുറിച്ചൊരു സംസാരം നിങ്ങൾക്കിടയിൽ വരണം. ഓക്കെ ഏട്ടാ. പിന്നെ എന്നെ അഞ്ജലി എന്നും നീട്ടി വിളിക്കണ്ട, അഞ്ജു എന്ന് വിളിച്ചാൽ മതി. സ്നേഹമുള്ളവരൊക്കെ അങ്ങനെയാ വിളിക്കുന്നത്. ചിരിയോടെ അഞ്ജു പറഞ്ഞു. അപ്പോൾ സ്നേഹമില്ലാത്തവരോ? അവർ വേറെ പലതും വിളിക്കും. അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞവളെ നെറ്റിയിൽ പതിയെ കൊട്ടിയാതി. എന്നാക്കാ പെണ്ണെ നിനക്ക്? എന്തായാലും നിന്റെ ജാനകി ഇത്രയും ഒന്നുമില്ല. ആദ്യം പറഞ്ഞപ്പോൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അഞ്ജു. അത് ഏട്ടനെ അവളെ അറിയാഞ്ഞിട്ടാണ്. ഞങ്ങളുടെ നാട്ടിലെ 24/7 റേഡിയോ ആണവൾ. ഒരു നേരം അടങ്ങിയിരിക്കില്ല. ഒന്നെങ്കിൽ നാണിമുത്തശ്ശിയുടെ വീട്ടുമുറ്റത്തു ചാമ്പയ്ക്ക് മുകളിൽ, അല്ലെങ്കിൽ കലച്ചേച്ചിയുടെ പുരയിടത്തിലെ മാവിന് മണ്ടയ്ക്ക്, അതുമല്ലെങ്കിൽ കൃഷ്ണമാമൻ്റെ പേരയുടെ മുകളിൽ. ഇനി ഒന്നും കിട്ടിയില്ല, അവൾ മുള്ളു നിറഞ്ഞ് ഞാവൽ മരത്തിലെങ്കിലും കയറും. ഈ പറഞ്ഞതെല്ലാം തറവാട്ടിലുമുണ്ട്. പക്ഷെ അമ്മയും മുത്തശ്ശിയും മരത്തിൽ കയറാൻ സമ്മതിക്കില്ല. ഏട്ടനറിയോ, ആ നാട്ടിൽ ഒരാൾക്ക് പോലും അവളെ അറിയാത്തതായിട്ട് കാണില്ല. കാരണം ആരെയും കിട്ടിയാൽ അവരെ കത്തിവെച്ച് കമ്പനിയാക്കും അവള്. ഇനി ആരെയും കിട്ടിയില്ലേ നേരെ വയലിലേക്ക് ഇറങ്ങും. പിന്നെ അവിടെയുള്ള മാമന്മാരെയും മുത്തശ്ശന്മാരെയും ഒക്കെയാണ് അവളുടെ കേൾവിക്കാർ. അവളെ ഒന്ന് അടങ്ങി കാണണമെങ്കിൽ അവൾ വല്ല അമ്പലത്തിൽ പോവണം. പിന്നെ പുള്ളി സൈലൻ്റാണ്. പിന്നെ ചത്താലും അവളെ ഒറ്റയ്ക്ക് വിടില്ല എന്ന് പ്രതിജ്ഞ എടുത്തോണ്ട് എല്ലാത്തിനും അവളുടെ കൂടെ ഞാനാണ്. പക്ഷെ ഞങ്ങളുടെ ജാനു ഇങ്ങനെ കുറുമ്പ് കാണിച്ചും വാതോരാതെ സംസാരിച്ചും നടക്കുന്നതൊക്കെയാണ് ഞങ്ങൾക്കിഷ്ടം. അഞ്ജുവിൽ നിന്നും ആദ്യം അറിയുകയായിരുന്നു അവൻ്റെ പ്രാണനെ പറ്റി. ആദി, സായിയുടെ ശബ്ദം കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കി. അവനെ കാണാൻ അഞ്ജുവിൻ്റെ മുഖം വീർത്തു. എന്താടാ? കിയാര ഫാമായുള്ള ഫയൽസ് നീ ഒന്ന് ഫൈനൽ ചെക്ക് ചെയ്യണം. ഓ, ഞാനത് പറയാനിരിക്കുമായിരുന്നു. നീ എടുത്തു വെച്ചേക്ക്, മനുഷ്യനിൽ പോയിട്ട് ഞാൻ നോക്കിക്കോളാം. ഓക്കേടാ, അപ്പം ഞാൻ പോട്ടെ. ആദ്യ പുറത്തേക്ക് പോയി. സായി പതിയെ ഒന്ന് അഞ്ജുവിനെ ഇടം കണ്ണിട്ട് നോക്കി. അവളാണേൽ മുഖം വെട്ടിച്ചു. ഇതൊരു നടക്ക് പോകൂല. അതും പറഞ്ഞവൻ ഗൗരവത്തിൽ അവളെ നോക്കി. അപ്പം അവൻ്റെ മനസ്സിൽ അഞ്ജുവിൻ്റെ ടേബിളിൽ കംപ്ലീറ്റ് ആകാതെ വെച്ചിരുന്ന ഫയലായിരുന്നു. അവനുള്ളിൽ ചിരിച്ചുകൊണ്ട് കലിപ്പിച്ച് അവളെ നോക്കി. ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് ആക്കിയോ? ഇപ്പോൾ അഞ്ജുവിൻ്റെ മുഖം ദയനീയമായി. ഇല്ല. ഇഡിയറ്റ്. ബാക്കി പറയുന്നതിന് മുന്നേ അഞ്ജു രാജ്യം വിട്ടിരുന്നു. അവളുടെ ഓട്ടം കണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് സായി പുറത്തേക്ക് നടന്നു. ജാനു കുളി കഴിഞ്ഞ് സ്കേർട്ടും ബ്ലൗസും ഇട്ടിറങ്ങുമ്പോഴാണ് ഫോൺ റിംഗ് ടോൺ കേട്ടത്. റൂമകത്തുനിന്ന് ലോക്കായതുകൊണ്ട് തന്നെ ധാവണി ഷോൾ ബെഡിലിട്ടിരിക്കുകയാണ്. ഇതാരാ ഈ സമയത്ത്? അവൾ ഫോൺ കയ്യിലേക്കെടുത്തു.
ഡിസ്പ്ലേയിൽ അഞ്ജുമായി എന്ന് കണ്ട് അവളുടെ മുഖം വിടർന്നു. അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. വീഡിയോ കോൾ വിളിച്ചു. ജാനുവിൻ്റെ അറിവിൽ അഞ്ജു ഇപ്പോൾ നാട്ടിലാണ്. ഫോൺ മിറർ സ്റ്റാൻഡിൽ ചരിച്ചു വെച്ച് അവൾ ധാവണി ഷോൾ എടുത്തു. അന്നേരമാണ് ആദ്യം വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. ആദ്യം ജാനു ഫോൺ കട്ട് ചെയ്തപ്പോൾ അവൻ്റെ മുഖം വാടിയിരുന്നു. പക്ഷേ അടുത്ത നിമിഷം വീഡിയോ കോൾ വന്നപ്പോൾ അവളെ കാണാനുള്ള ആവേശത്തോടെയാണ് വീഡിയോ കോൾ അറ്റൻഡ് ചെയ്തത്. പ്രതീക്ഷിക്കാതെ അവളെ അത്തരം രൂപത്തിൽ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. കുളി കഴിഞ്ഞിറങ്ങിയതേ ഉള്ളൂ. കാരണം അവളുടെ കഴുത്തിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന വെള്ളത്തുള്ളിയിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി. ധാവണി ഷോൾ ഇടാത്തതിനാൽ അവളുടെ കുഞ്ഞു വയറിൽ അവിടെവിടെയായി പറ്റിച്ചേർന്നിരിക്കുന്ന വെള്ളത്തുള്ളികളും അരയിൽ പതിഞ്ഞു കിടക്കുന്ന പൊന്നരഞ്ഞാണവുമൊക്കെ കാണാൻ അവൻ്റെ തൊണ്ട വരണ്ടു. ഉമിനീറിറക്കാനാകാതെ അവളിൽ തന്നെ മെഴികൾ തറഞ്ഞു നിന്നു. കോൾ അറ്റൻഡ് ചെയ്തിട്ടും അനക്കമൊന്നുമില്ലാതെ തോന്നിയാണ് ഷോൾ പ്ലേറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ജാനു ഫോണിലേക്ക് നോക്കിയത്. ഫോണിൽ ആദിയുടെ മുഖം കാണി അവളിൽ അത്ഭുതം തെളിഞ്ഞു. ദേവേട്ടാ, സന്തോഷം കൊണ്ട് വിടർന്ന മിഴികളോടെ അവൾ വിളിച്ചു. പക്ഷെ ഒന്നും മിണ്ടാതെ തന്നെ മിഴിച്ചു നോക്കിയിരിക്കുന്നവനെ കാണി അവളുടെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി. എന്തോർത്തുന്ന പോലെ അവളൊന്ന് സ്വയം നോക്കി. അയ്യോ! അലറിക്കൊണ്ട് അവൾ മുഖം പൊത്തി. അവളുടെ അലറിൽ കേട്ടാണ് ആദിക്ക് വെളിവ് വീണത്. കണ്ണു പൊത്തി പിടിച്ച് ഷോള് പോലും ഇടാതെ നിൽക്കുന്നവളെ കാണി അവന് ചിരിക്കണോ കരയണോ എന്നറിയാതെയായിപ്പോയി. അവനാണെങ്കിൽ കോൾ കട്ട് ചെയ്യണമെന്നുമുണ്ട്, ചെയ്യേണ്ട എന്നുണ്ട്. അവസാനം വെള്ളം ചോദിച്ച് പായസം കിട്ടിയ പോലെ അവൻ ഫോൺ കട്ട് ചെയ്തു. ചിരിയോടെ ചെയറിലേക്ക് ചാഞ്ഞു. ജാനു ആണെങ്കിൽ മാനം പോയല്ലേ ഈശ്വര എന്ന് പറഞ്ഞ് ബെഡിലേക്ക് മറിഞ്ഞു.